ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഏതായാലും AC തിരികെ കൊടുക്കണം, എന്നിട്ട് ആ പൈസ എൻ്റെത് മേടിക്കണം. എന്തിനാ ഇനി ആ വീട്ടിലേക്ക് കൊണ്ടേ കൊടുക്കുന്നത്? എന്നിട്ട് എല്ലാ തെറ്റുകളും സച്ചിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് മഹിമ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഇതേ സമയം തന്നെ സുധിയാണെങ്കിൽ ഷോറൂമിൽ ഭയങ്കര വലിയ ഗമ കളിക്കുകയാണ്. അപ്പോൾ സാധനങ്ങൾ ഓർഡർ എടുക്കാൻ വേണ്ടി വലിയൊരു കമ്പനിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിരിക്കുകയാണ്. ആ ശരി സാർ, ഓക്കെ, ഞങ്ങൾ വേണ്ടതുപോലെ കൈകാര്യങ്ങളെല്ലാം ചെയ്തോളാം. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഷോറൂം എനിക്ക് വർഷങ്ങളോളം പരിചയമുള്ള ഷോറൂമാണ്. ആദ്യമായിട്ടുണ്ടായ ഓണറേ ഞങ്ങൾക്ക് നല്ലൊരു ആൾ തന്നെയായിരുന്നു, ഞങ്ങൾക്ക് നല്ല വിശ്വസ്തനായിരുന്നു. അതേപോലെ ആയിരിക്കണം നിങ്ങളും, ഉറപ്പായിട്ടും സാർ. ഞങ്ങളൊരു വീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് കുറച്ച് പണമൊക്കെ കൊടുത്ത് അഴക്കുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ മതിമറന്ന് നിൽക്കുന്ന ആ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് എന്തായി ശ്രുതി കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം തന്നെ ഓർഡർ എടുത്തിട്ട് സാധനങ്ങൾ ആൾക്കാരെല്ലാം പോയതേ ഉള്ളൂ. ഏതായാലും നമുക്ക് നല്ല കച്ചവടം ഉണ്ടല്ലേ ശ്രുതി, എനിക്ക് വളരെയേറെ സന്തോഷമായി. ഇത്രയ്ക്ക് പെട്ടെന്ന് ബിസിനസ് പുരോഗമിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രുതി. എല്ലാം ആ ആൻറ്റിയുടെ കൈപ്പുണ്യ, വർഷയുടെ അമ്മയുടെ കൈപ്പുണ്യേ. ആ വർഷയുടെ അമ്മയാണല്ലോ ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും AC മേടിച്ചത്. ആ ആൻറ്റിയുടെ കൈപ്പുണ്യം തന്നെയാണ്. അല്ലെങ്കിലും ശരി തന്നെയാണ്, നിസ്സാര വിലയുടെ സാധനമാണോ എടുത്തത്? 1.5 ലക്ഷം രൂപയുടെ AC അല്ലേ മേടിച്ചുകൊണ്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ മഹിമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു മഹിമ. അപ്പോൾ മഹിമ വന്നിട്ട് സുധി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ആൻറ്റി, ആൻറ്റി, ഞങ്ങളിപ്പോൾ ആൻറ്റിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ആൻറ്റി. ആൻറ്റിയുടെ കൈപ്പുണ്യേ അപാരം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ട് പൈസ തന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പോയത് ആൻറ്റിയാണല്ലോ. ഞങ്ങൾക്ക് നല്ല ബിസിനസ് തന്നെയാണ് ആൻറ്റി. ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും അത് ശരിയാ, എനിക്ക് കൈപ്പുണ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എന്താ ആൻറ്റി? അതെ, നിങ്ങൾ AC തിരിച്ചെടുക്കണം, എനിക്ക് AC വേണ്ട എന്ന് പറയാം. അയ്യോ, എന്ത് പറ്റി ആൻറ്റി? എന്താ AC വേണ്ടെന്ന് പറയാം? അതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? ഞാനിപ്പോൾ തന്നെ ആ ഒരു കമ്പനിയിലേക്ക് വിളിക്കാം. അയ്യോ വേണ്ട 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 സുധി, ഞാനേ ആ AC പൊട്ടിച്ചിട്ട് പോലും ഇല്ല, നിങ്ങളുടെ ഇതിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ ഞാൻ ഈ AC മേടിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ഈ AC മേടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ വീടിന് വേണ്ടിയാണ് എന്ന് പറയാം. ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത്? അതെ, നിങ്ങളുടെ വീട്ടിലെ ഒരു സെൻട്രലൈസ്ഡ് AC ഇല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ AC കൊണ്ട് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ സച്ചി കളിച്ചത് അപാര കളിയല്ലേ. ഞാൻ കൊടുത്ത അയച്ച AC അവൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. അവൻ അവിടെ AC വേണ്ട പോലും. ഞാൻ അവന് വേണ്ടിയാണോ AC കൊടുത്തു വിട്ടത്? നിങ്ങളുടെ വീടിന് ഒരു സെൻട്രലൈസ്ഡ് AC വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തയച്ചത്. നിങ്ങൾ മാത്രമല്ലല്ലോ ആ വീട് താമസിക്കുന്നത്, എൻ്റെ മകളും താമസിക്കുന്നില്ലേ? അപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ മേടിച്ചു കൊടുക്കണ്ടെന്ന് എനിക്കും കൂടി തീരുമാനിക്കാമല്ലോ. പക്ഷേ അവൻ അതൊന്നും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അവൻ എന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നിയത് നിങ്ങളോടുള്ള കുശുമ്പും കുന്നായ്മയും കാരണമാണ് അവൻ ഇതെല്ലാം ചെയ്തത്. നിങ്ങൾ ഇത്ര ബിസിനസ്സിൽ പുരോഗമിക്കുന്നതൊന്നും സച്ചിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ നിങ്ങളെ തരം താഴ്ത്താൻ വേണ്ടിയാ. കാരണം എൻ്റെ കയ്യിൽ നിന്നാണല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കൈനീട്ടം മേടിച്ചതും, എനിക്കാണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുകയും ചെയ്തത്. അപ്പോൾ അതൊന്നും അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ AC തരാനാണ് വന്നിരിക്കുന്നത്. അയ്യോ ആൻറ്റി, ഇപ്പോൾ AC എനിക്ക് തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരണ്ടേ? 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ 1.5 ലക്ഷം രൂപ എടുക്കാനില്ല ആൻറ്റി. ഉണ്ടായ പൈസ മുഴുവനും ഞാൻ ആ കമ്പനിക്കാർക്ക് കൊടുത്തു വിട്ടു ആൻറ്റി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കൊള്ളാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ബിസിനസ്സൊന്നും നടന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കേട്ട കസ്റ്റമർ ആണെങ്കിലും അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തോ കുഴപ്പമുണ്ടല്ലേ, മേടിച്ച് സാധനം തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അല്ലേ? അയ്യോ സാർ, അങ്ങനെയൊന്നുമല്ല സാർ പറഞ്ഞത്, അങ്ങനെയല്ല സാർ, സാറ് പേടിക്കേണ്ട സാർ, ഇവിടത്തെ പ്രൊഡക്റ്റിന് ഒരു പ്രോബ്ലം ഇല്ല സാർ, സാർക്ക് എടുക്കാം സാർ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഞാൻ ഏതായാലും വേറെ ഏതെങ്കിലും കട നോക്കി പോയിക്കോളാം, നിങ്ങളുടെ ഈ ഷോറൂമിലെ ഒരു സാധനം പോലും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ കസ്റ്റമർ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ കസ്റ്റമർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ
വർഷയുടെ അമ്മയാണെങ്കിൽ അയ്യോ കഷ്ടമായി പോയല്ലോ, ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ കസ്റ്റമർ ഇറങ്ങിപ്പോയത്, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി. സാരമില്ല, എനിക്ക് നിങ്ങൾ പൈസ തരണ്ട, 1,50,000 രൂപ ഞാൻ നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റായിട്ട് നിങ്ങൾ കരുതിക്കോ, എനിക്കിപ്പോൾ AC വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആൻറ്റി ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കണം, ഞാനിപ്പോൾ വരാം. എവിടെ പോകുന്നു ശ്രുതി എന്ന് ശ്രുതി ചോദിക്കാം. അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോവാണ്. അപ്പോഴേക്കും ഈ വർഷയുടെ അമ്മയാണെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം സച്ചി തന്നെയാണ്, അവൻ്റെ അഹങ്കാരവും ഒക്കെയാണ് ഇതിനെല്ലാത്തിനും കാരണം, അവൻ്റെ അഹങ്കാരം കുശുമ്പും. അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോറൂമിനായിരിക്കും അത് ദോഷം ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് സംസാരിക്കാം. അപ്പോഴേക്കും വരുന്നു ശ്രുതി. ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ആ ശ്രുതി ഇത് എവിടെ പോയതാ ശ്രുതി? ഉണ്ട് ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു 1,50,000 രൂപ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആൻറ്റി ഇത് 1,50,000 രൂപയുണ്ട്. അയ്യോ ശ്രുതി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ ആ പൈസ, പിന്നെ എന്തിനാ നീ എനിക്ക് ആ പൈസ തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ആൻറ്റി, അത് ശരിയാവില്ല ആൻറ്റി, ആൻറ്റി പൈസ തന്ന് മേടിച്ച സാധനമാണ് AC. അപ്പോൾ AC ആൻറ്റി ഞങ്ങൾക്ക് തിരികെ തരുമ്പോൾ ആ പൈസ ഞങ്ങൾ തിരികെ തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അത് ഈ ഷോറൂമിന് വളരെ മോശമായ കാര്യമാണ് ആൻറ്റി, ആൻറ്റി പൈസ സ്വീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പൈസ നേരെ നമ്മുടെ വർഷയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്രയും പൈസയല്ലേ വെറുതെ പോയത്, 1,50,000 രൂപ. അപ്പോൾ ശരി, ഏതായാലും നിങ്ങളെനിക്ക് പൈസ തന്നല്ലോ ശ്രുതി, ഞാൻ നിന്നെ ഒരു മോളെ പോലെയാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ച. സാരമില്ല ആൻറ്റി, എനിക്കും ആൻറ്റിയെ വളരെയേറെ ഇഷ്ടമാണ്, പക്ഷേ ബിസിനസ് തന്നെയാണല്ലോ, ഈ ഷോറൂമിന് ഒരു മോശപ്പേരുണ്ടാകാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ആൻറ്റി അത് മനസ്സിലൊന്നും വെക്കണ്ട, ആൻറ്റി പൈസ മേടിച്ചിട്ട് പോയാൽ മാത്രം മതി എന്ന് പറയുക. അപ്പോഴേക്കും ശരി, ഞാൻ ഈ പൈസ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞേക്കാം, സച്ചിക്ക് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ അതിരിക്കട്ടെ, എന്നോടുള്ള ദേഷ്യത്തിനേക്കാളും കൂടുതൽ നിങ്ങളോടുള്ള കുശുമ്പും അസൂയവും ഒക്കെയാണ് അവന് ഏറ്റവും പ്രധാന കാര്യം. ഷോറൂം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പണക്കാരൊക്കെ ആവുമോ ഇവര് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇങ്ങനൊരു കളി കളിച്ചത് എന്നും പറഞ്ഞ് ഈ വർഷയുടെ അമ്മ നല്ലൊരു തീ കൊളുത്തിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാ, ശ്രുതി നീ എന്തിനാണ് ആ പൈസ കൊടുക്കാനായിട്ട് പോയത്? ആൻറ്റിക്ക് ആ പൈസ വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാണ് കൊടുക്കാനായിട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അതൊക്കെ നമ്മുടെ അഭിമാന പ്രശ്നമാണ്, നമ്മൾ ആ പൈസ കൊടുത്തില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ചിലപ്പോൾ നാണം കെട്ട ഒരു അവസ്ഥയിൽ നിന്ന് പോകേണ്ടി വരും. നമുക്ക് ആരുടെ ഔദാര്യം വേണ്ട, ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് നമ്മളായിട്ട് തന്നെ ജീവിച്ചാൽ മതി. അങ്ങനെ ആരുടെ ഔദാര്യം വരെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും കാരണം അവനാ ആ സച്ചി, അവനോട് ചോദിക്കണം ആദ്യം, അല്ലാതെ ഇവര് കൊടുക്കുന്ന ആ ഒരു പൈസ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും കൂടി നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. സച്ചിയോട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കണം. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്താ ഞങ്ങൾ പുരോഗമിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല? നീ ഞങ്ങളുടെ ഷോറൂം തകർക്കാൻ വേണ്ടി തന്നെ നോക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് പാറയാണ് നീ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി നീ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത്? നിങ്ങളുടെ ഷോറൂം തകർത്തെറിയാൻ വേണ്ടി ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്തിട്ടില്ലെന്നോ? നീ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിനക്കൊന്നും അറിയാൻ പാടില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്താ? നീ ആദ്യം പറ, എന്നിട്ടാവാ ഇങ്ങനെ കൂടുതൽ ചർച്ചയും കാര്യങ്ങളൊക്കെ. വർഷയുടെ അമ്മയില്ലേ, വർഷയുടെ അമ്മ ഇവിടെ AC കൊണ്ട് വന്നു, നീ എന്തിനാ തിരിച്ചു പറഞ്ഞു വിട്ടത്? അതെനിക്ക് തോന്നി തിരിച്ചു പറഞ്ഞു വിടാനായിട്ട്. ഇവിടെ ഒരു AC-യുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് വർഷയുടെ അമ്മയെ ഞാൻ തിരിച്ചു പറഞ്ഞയച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു കാര്യങ്ങൾ. പാവം അമ്മ ഒരുപാട് കരഞ്ഞു. അയ്യോ, അതവർ കരഞ്ഞല്ല, അവരുടെ കള്ളക്കണ്ണീര് അതൊക്കെ. അവരെ ഈ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയണ, സച്ചിയേട്ടൻ ചെയ്ത് വളരെ മോശമായിപ്പോ കേട്ടോ. സച്ചിയേട്ടൻ എന്തിനാണ് AC പറഞ്ഞയപ്പിച്ചത്? എന്നോടൊരു വാക്ക് പറയാനില്ല. നിന്നോടും കൂടി ഒരു വാക്ക് പറയണോ? നിന്നോട് എന്തിനാ പറയുന്നത്? ആ വർഷയുടെ അമ്മയുടെ AC ഇവിടെ ആവശ്യമില്ലെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു പറഞ്ഞയപ്പിച്ചത്. അപ്പോൾ നമ്മളിതെല്ലാം കേട്ട് രവി ആണെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കണ, ഇവർ ഇവിടത്തോളം പോകും എന്നൊക്കെ അറിയാൻ വേണ്ടി തന്നെ രവി മിണ്ടാതെ, ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയോട് സംസാരിക്കുകയാണ്. എടാ സച്ചി, നീ എന്തിനാണ് AC ഒക്കെ കൊടുത്തു വിടുന്നത്? വർഷയുടെ അമ്മ ഇവിടെ AC കൊണ്ടുവന്നതിൽ നിനക്കെന്താ പ്രശ്നം? നീ അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല.
അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് അവരുടെ പണവും പ്രതാപവും ഒക്കെയാണ് അവർക്ക് ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ കാലി വരുന്നുണ്ട്. സച്ചി, നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി വെച്ചിട്ട് നീ അതൊക്കെ കിടന്ന് ന്യായീകരിക്കുകയാണോ? നീ ചെയ്തത് വളരെയേറെ തെറ്റായിപ്പോയി. അവര് ഇങ്ങോട്ട് AC തിരികെ തന്നു, എന്നിട്ട് പണം തിരികെ കൊടുക്കേണ്ടി വന്നു. അമ്മക്ക് അറിയാം അമ്മ, എൻ്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട്. എല്ലാ പൈസയും ഞാൻ കമ്പനിക്കാർക്ക് കൊടുത്തു വിട്ടായിരുന്നു. അപ്പോഴാ പൈസ കൊടുക്കണമെന്ന് വന്നത്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ? ശ്രുതിയുടെ മാല കൊണ്ട് പണയം വെച്ചു, താലിമാല. ഇത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാനിത് എന്തെല്ലാമാണ് കേൾക്കുന്നത്. ആ മാല കൊണ്ട് എന്തിനാണ് മോളെ പണയം വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി, വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ആൻറ്റി, അതുകൊണ്ട് ആൻറ്റി ഞാൻ ആ മാല കൊണ്ട് പണയം വെച്ചത്. വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. ദൈവമേ, എന്നാലും മോളുടെ കഴുത്തിൽ ഇപ്പോൾ ഒരു മഞ്ഞ ചരടാണല്ലോ മോളെ കിടക്കുന്നത്. അപ്പോഴേക്കും സച്ചിയാണല്ലോ അതെ, കുറേ നാളെ രേവതിയും മഞ്ഞച്ചരടിട്ടാ തന്നെയാണ് നടന്നത്. അപ്പോ ഇങ്ങനത്തെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എടാ, രേവതിയെ പോലെയാണോടാ ശ്രുതിയെ പണക്കാരി വീട്ടിലെ കൊച്ചാണ്. അവളോ ഒരു ദരിദ്രവാസി കുടുംബത്തിലെ പെണ്ണാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭാഗത്തിരിവില്ലാത്തവൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴേക്കും രേവതിക്ക് അത് തിരികെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം രേവതി, അമ്മ അങ്ങനെ പറയരുത്. അമ്മ എന്തിനാണ് ഭാഗത്തിരിവില്ലാത്തവെന്നൊക്കെ പറയുന്നത്? സച്ചിയുടെ ചെയ്തതിൽ എന്താണ് അമ്മ തെറ്റ്? അപ്പൊ നീയും സച്ചിയും കൂടി ആയിരിക്കും വർഷയുടെ അമ്മയെ പറഞ്ഞു വിട്ടത് AC കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അല്ലേ? നിനക്ക് കുശുമ്പാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം രേവതി. നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു അമ്മ എന്താണ് എൻ്റെ നെഞ്ചത്തോട്ട് കയറാത്തതെന്ന് ഞാൻ അപ്പോഴേ കരുതിയിരുന്നു. ഇപ്പം ഏതായാലും പൂർത്തിയായി. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വീണ്ടും പറയണം, സച്ചിയേട്ടാ എന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടൻ ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ്. ഏട്ടാ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? സച്ചിയേട്ടാ, ഇവിടെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ സച്ചിയേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് പറഞ്ഞയക്കേണ്ടത്. എല്ലാവരെയും അറിയിക്കേണ്ട കടമ സച്ചിയേട്ടൻ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് സച്ചിയേട്ടൻ ചെയ്തില്ല? ഒരു സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഞങ്ങളോടുകൂടെ അറിയിക്കണമായിരുന്നു. സച്ചിയേട്ടൻ ചെയ്തത് വളരെയേറെ തെറ്റായ കാര്യം തന്നെയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവന് വല്ല വിവരമുണ്ടോ, ബോധമുണ്ടോ? ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നിനക്ക് ബോധവും വിവരമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇവിടെ മിണ്ടാതിരുന്നോളാം, എനിക്ക് വന്നെ കാലിക്കുണ്ടല്ലോ, നീ എന്ത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ലാസ്റ്റ് ശ്രുതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ഭയങ്കര കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. അവർ തമ്മിൽ തല്ലു കൂടുകയാണ്. ഇത് കണ്ട രവി ആണെങ്കിൽ നിർത്താനാ പറഞ്ഞത്. എന്താണ് ഈ കാണിച്ചു കൊടുത്തത്? ഞാൻ കൈ പിടിച്ച് വളർത്തിയ എൻ്റെ മക്കൾ തമ്മിൽ എൻ്റെ മുന്നിൽ തല്ലുകൂടുന്നോ? മര്യാദക്ക് രണ്ടും അവിടെ അടങ്ങിയിരുന്നോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛ അത് പിന്നെ മിണ്ടരുന്നാ പറഞ്ഞത്, അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തുകയാണ് നമ്മുടെ രവി. അപ്പം രവി പറയുകയാണ്, നിങ്ങളുടെ വിചാരമൊക്കെ എന്താണ്? തല്ലുപിടുത്തം വീട്ടിലുമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചിക്കും അതേപോലെ തന്നെ ശ്രുതിക്കും ഒരക്ഷരം പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എല്ലാത്തിനും കാരണം ഇവനാണ് രവിയേട്ടാ. ഇവൻ മാത്രം, ഈ സച്ചി മാത്രമാണ്. നീ മിണ്ടാതിരിക്കുക ചന്ദ്രേ, നിന്നോട് കൂടുതൽ ചോദിച്ചില്ലല്ലോ. ഒരു AC കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തല്ലുപിടിക്കാൻ ഓരോ വകകളായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നം നടക്കുകയാണ്. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.